بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحبه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر رب زدنا علما حلما وفهما وعقلا وأدبا. ربي تمم بالخير والسعادة والله لي التوفيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين. ഇനി നാലാമത്തെ ഷർത്ത് റാബിഉ അൽ ജമാഅത്തു. ജമാഅത്ത് വേണം, ജുമാഅടക്കണമെങ്കിൽ ജമാഅത്ത് വേണം, ഒറ്റക്ക് പറ്റൂല. പിന്നെ ബിഇജ്മാഇ മൻ യുഅ്തദ്ദു ബിഹി, മുഅ്തദ് ബിഹിയായ, അതായത് ഇജ്മാ മുന്നഖിദാകാൻ പരിഗണിക്കപ്പെടുന്നവരുടെ ഇജ്മാ അനുസരിച്ച്. അപ്പൊ അതല്ലാത്തവരാരോ പറഞ്ഞിട്ടുണ്ട് ഒറ്റക്ക് നിസ്കരിച്ചാലും ജുമാ ശരിയാകും എന്ന്. പിന്നെ അത് നവവി ഇമാം മജ്മൂഇൽ പറയുന്നുണ്ട്. ഫാസാനി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇജ്മാ മൻ യുഅ്തദ്ദു ബിഹി എന്ന് പറയുന്നത്, ഇജ്മാഇന്റെ താരീഫ് പറഞ്ഞത് പിന്നെ ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മത്തി എന്നല്ലേ. അപ്പൊ മുജ്തഹിദിൽ ഉമ്മത്തി എന്ന് പറഞ്ഞെടുത്ത് തൗളീഹിൽ അത് ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട് മുഹഖ്ഖിഖുൽ ഇസ്ലാം ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു. അത് ഉമ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഉമ്മത്തുൽ ഇജാബത്താണ്, അഥവാ ഉമ്മത്തുൽ മുതാബഅത്താണ്. അപ്പൊ സുന്നികളാണ്. അപ്പൊ അല്ലാത്തവരിലുള്ള മുജ്തഹിദീങ്ങളുടെ ഒന്നും എതിർപ്പ് ഇജ്മാ മുന്നഖിദാകുന്നതിൽ പരിഗണിക്കുന്നതല്ല. അവർ യോജിച്ചാലും ഇല്ലെങ്കിലും സുന്നികൾ യോജിച്ചാൽ മതി എന്നാ ഇജ്മാആയി. ഉമ്മത്ത് എന്ന് മുത്തലക്കായി പറയുന്ന ഉമ്മത്തിൽ ആ മുബ്തദിഈങ്ങൾ പെടൂല എന്നൊക്കെ പറയുന്നുണ്ട്. അവര് പിന്നെ അഹ്ലുൽ ഖിബ്ല എന്ന് പറയാം. അന്നെന്താ, അവര് ഖിബ്ല വേറെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നാട്ടിലൊക്കെ വേറെ പള്ളി ഉണ്ടാക്കി കുത്തിത്തിരിപ്പും പിന്നിപ്പൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ കഅബം വേറെ ഉണ്ടാക്കാത്തതുകൊണ്ട് നമ്മളെ സുന്നികളെ കഅബയിലേക്ക് തന്നെയല്ലേ തിരിഞ്ഞ് നിസ്കരിക്കുക. അപ്പൊ അഹ്ലുൽ ഖിബ്ല എന്ന് പറയാം എന്ന് നല്ലൊരു ബഹ്സുണ്ട് അവിടെ. അപ്പോ അതാണ് മൻ യുഅ്തദ്ദു ബിഹി എന്ന് പറഞ്ഞത്. പിന്നെ അതായത് മുബ്തദിഈങ്ങൾക്ക് ദീനിലൊരു സ്ഥാനമില്ല എന്നർത്ഥം. ദീനിലെ പ്രധാന ഒരു പ്രമാണമല്ലേ ഇജ്മാ എന്ന് പറഞ്ഞത്. അതിൽ ഇവരുടെ കൗല് പരിഗണിക്കൂല എന്ന് പറഞ്ഞാല് അതിന് കാരണം അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മുബ്തദിഈങ്ങൾ എന്ത് ചെയ്യും, സഹാബത്തിനെ ആരെങ്കിലും കുറ്റം പറയും, അത് ഉറപ്പാ. സഹാബത്തിനെ കുറ്റം പറയാത്ത സഹാബിമാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കുറ്റം പറയാത്ത മുബ്തദി ഉണ്ടാവില്ല. സഹാബത്തിനെ ആരെയും കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താ, അവര് വഴിയല്ലേ ഈ ദീന് നമ്മളിലേക്ക് എത്തിയത്. അപ്പൊ അവർ ഈ ദീനിന്റെ അടിസ്ഥാനം. അപ്പൊ അതിനെ അവരംഗീകരിക്കാൻ പിന്നെ അവരെ ദീനിന്റെ വിഷയങ്ങളിൽ അവരെ അംഗീകരിക്കാൻ പറ്റൂല എന്നാണ്. ലാക്കിൻ റക്അത്തിൽ ലൂല, ഈ ജമാഅത്ത് ഷർത്തുണ്ട് എന്ന് പറഞ്ഞത് ജുമാ നിസ്കാരം സലാം വീട്ടോളം വേണ്ട, ഒന്നാമത്തെ റക്അത്തിൽ ഉണ്ടായാൽ മതി. ലാക്കിൻ റക്അത്തിൽ ലൂല ബി ഖിലാഫിൽ അദദി, എണ്ണത്തിനെതിരായിട്ട് 40 ആള് വേണം എന്ന് പറഞ്ഞില്ലേ, അത് ഒന്നാമത്തെ റക്അത്തിൽ പോരാ, അത് നിസ്കാരം തീരുവോളം വേണം. അതാ ബി ഖിലാഫിൽ അദദി ലാബുദ്ദ മിൻ ബഖായിഹി, ആ എണ്ണം ശേഷിക്കൽ അനിവാര്യമാണ്. ഇലാ സലാമിൽ കുല്ലി, മുഴുവൻ ആളും സലാം കിട്ടുന്നവരെ 40 ആള് അവരുടെ നിസ്കാരം പിന്നെ സ്വഹീഹായ നിലയിൽ വേണം. അങ്ങനെയാ. ഹത്താല വാഹിദും മിനൽ അർബഈൻ, അപ്പോ 40-ൽ നിന്ന് ഒരാളിന് അശുദ്ധി ഉണ്ടായി, ഒതു മുറിഞ്ഞു. ഖബല സലാമിഹി, അയാൾ സലാം കിട്ടുന്നതിന് മുമ്പ്. അയാൾ സലാം കിട്ടിയില്ല, അതിനു മുമ്പ് അശുദ്ധി ഉണ്ടായി. ബാക്കിയുള്ളവരെല്ലാം സലാം വീട്ടിയിട്ടുമാണ്. അതാ വലൗ ബഅദ സലാമി മൻ അദാഹു മിൻഹും, ഈ ഒരാളല്ലാത്ത ബാക്കി മുഴുവൻ ആൾക്കാരും സലാം വീട്ടിയിട്ടാണ്. മിൻഹും 40-ൽ നിന്ന്. അപ്പോൾ 39 ആളും സലാം വീട്ടി. എന്നിട്ട് ഈ ഒരാൾ സലാം വീട്ടുന്നതിന് മുമ്പ് പൊതു പറഞ്ഞു. എന്നാൽ ബത്തലത്ത് ജുമാഅത്തുൽ കുല്ലി, എല്ലാവരുടെയും ജുമാ ബാത്തിലായി. അപ്പോ
പിന്നെ 40 ആളെന്ന് പറഞ്ഞത് എല്ലാ നിസ്കാരം തീരോളം ഫുള്ളും ഉണ്ടാകണം എന്നർത്ഥം. വഖദ് യുഷ്കിലു അലൈഹി മായെത്തി. അപ്പോ ഈ അദദിന്റെ കാര്യം എങ്ങനെയെന്ന് പറഞ്ഞപ്പോ ശേഷം വരുന്ന ഒന്ന് ഇഷ്കാലാവും. മായെത്തി എന്താണ്? അന്നഹു ലൗബാനൽ അർബഊന, അതായത് അശുദ്ധി ഉണ്ടാകുന്ന മസലയും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാളിന് അശുദ്ധി ഉണ്ടായിരുന്നു എന്ന് വെളിവാകുന്ന മസലയും രണ്ടും രണ്ടാണ്. ഈ ഹദസ് കൊണ്ട് എല്ലാവരും ജുമാ ബാത്തിലാകും എന്ന് പറഞ്ഞല്ലോ, അതിന്റെ മേൽ ഇഷ്കാലാകും. മായെത്തി ശേഷം വരുന്ന ഒന്ന് എന്താണത്? അന്നഹു തീർച്ചയായും കാര്യം ലൗ ബാനൽ അർബഊന 40 ആള് ഔ ബാലുഹും അല്ലെ 40 നിന്നുള്ള ബാല് അവര് വെളിവായിന, അത് നിസ്കാരം കഴിഞ്ഞപ്പോ ഇവർക്കൊക്കെ അശുദ്ധി ഉണ്ടായിരുന്നു എന്ന് വെളിവായി. മുഹദ്ദിസീൻ എങ്ങനെ ലാഹിറായി? മുഹദ്ദിസീൻ അശുദ്ധിക്കാരാണ് എന്ന്. അത് 40 ആളിനും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ 40 ഒരാളോ 2 ആളോ 10 ആളോ ഒക്കെ സഹത്തുലിൽ ഇമാമി. അപ്പൊ ഇമാമിന്റെ എന്താണ് ജുമാ ശരിയാകും എന്നാ ലിസ്തിഖ്ലാലിഹി, കാരണം അയാള് സ്വതന്ത്രാണ്, ബാക്കിയുള്ളവർ ഇയാളെ തുടരുകയല്ലേ. അപ്പൊ അതുകൊണ്ട് വലിൽ മുത്തഹിരി മിൻഹും എന്ന പോലെ മുത്തഹിറിന്റെ എന്താണ്, അതായത് 40 നിന്ന് ചില ആൾക്കാരുടെ അശുദ്ധിക്കാരാണെന്ന് തിരിഞ്ഞാല് അശുദ്ധി ഇല്ലാത്ത മുത്തഹിർ ഉണ്ടല്ലോ ഈ 40 ബാക്കിയുള്ളവര്, അവർക്കും ജുമാ സഹിയാകും തബഅൻ ലഹു, ഇമാമിനോട് താബിയായും കൊണ്ട്. അപ്പൊ ഇങ്ങനെ ബായിനാകുന്ന ലാഹിറാകുന്ന മസലയും ഹദസ് നിസ്കാരത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന മസലയും രണ്ടാണ്. അപ്പൊ ഇത് അതിന്റെ മേൽ ഇഷ്കാലാവെന്ന് പറഞ്ഞിട്ട് മറുപടി പറയാം. വഖദ് യുജാബു ബി അന്നല്ലദി ദല്ല അലൈഹി സനിഉഹും, ഈ അയിമത്തിന്റെ ചെയ്തി അവരുടെ പ്രവൃത്തി അറിയിക്കുന്ന ഒന്ന് ഐസു അബ്ബറൂഹുന ബി അഹദസ, ഇവിടെ മസല പറഞ്ഞപ്പോ അതായത് 40 എന്ന് പറഞ്ഞ എണ്ണ നിസ്കാരം തീരുവോളം നിലനിൽക്കണം എന്ന് പറഞ്ഞെടുത്ത് ആഹിദസ എന്നാ പറഞ്ഞ. സമ്മ ഈ ശേഷം വരുന്നിടത്ത് ബി ബാന, ബാന എന്നുമാണ് ഈ ഭാരത്തിട്ടത്. ഇതിൽ നിന്ന് അത് അറിയിക്കുന്ന ഒന്നെന്താ? അന്നല്ലതീ ദല്ലാലൈഹി സനിയോഹും. അപ്പൊ ഇങ്ങനെ രണ്ടിടത്ത് ഭാരത്തിട്ടു എന്നുള്ളതാണ് അവരുടെ സനിയോ. ഇത് അറിയിക്കുന്ന ഒന്ന് അന്നൽ ഫർലഹുന, ഇവിടെ സങ്കല്പം, ഇവിടെ മസല സങ്കല്പിച്ചെന്താ? അന്നഹു ലഹറ ബുത്ലാനു സ്വലാത്തിഹി ഖബല സലാമിഹി, ഇയാള് സലാം വിട്ടുന്നതിന് മുമ്പ് ഇയാളെ നിസ്കാരം ബാത്തിലായി എന്നത് ലാഹിറായി. മറ്റടുത്ത് അത് ലാഹിറായിട്ടില്ല, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ലാഹിറായത്. അപ്പോ സൂറത്തിൽ എന്താണ് ജമാഅത്തുണ്ടല്ലോ, അത് മതി എന്നുള്ളതാ വഹീനയിദിൻ. അപ്പൊ ഇവിടെ സങ്കല്പം അങ്ങനെ ആവുമ്പോ ഫയുഫറഖു, ഈ രണ്ടിന്റെ ഇടയിൽ ഫർക്കാക്കപ്പെടും. ബി അന്നൽ അദദ സമ്മ, അവിടെ എന്താണ് അദദ് ഉജിദത്ത് സൂറത്തുഹു ഇലസ്സലാമി, ആ അദദിന്റെ സൂറത്ത് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇലസ്സലാമി, സലാം വീട്ടുന്നവരെ എത്തിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫലം യുവസ്സിർ തബയ്യുനുൽ ഹദസി റാഫിഉ ലഹു, അപ്പോ പിന്നെ സലാം വീട്ടിയതിന് ശേഷമാണല്ലോ തബയ്യുനാകുന്നത്. ആ തബയ്യുന് സ്വാധീനിച്ചില്ല. എന്ത് തബയ്യുനാകാൽ ഹദസ് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ വെളിവായതാണ്. റാഫിഉ ലഹു, അദദിനെ ഉയർത്തുന്നതായ ഹദസ്, അദദിനെ ഇല്ലാതാക്കുന്നത്. പിന്നെ ലിമായെത്തി ശേഷം വരുന്നുണ്ട്. എന്താ അങ്ങനെ തഫ്സീർ ചെയ്തില്ല ഫലം യുവസ്സിർ എന്നുള്ളതിന് കാരണം പറഞ്ഞാൽ ലിമായെത്തി അന്ന ജമാഅത്തൽ മുഹദ്ദിസീന സഹീഹത്തുൻ ഹുസ്ബാനൻ വ സവാബൻ, അശുദ്ധിയുള്ളവരുടെ ജമാഅത്ത് സഹീഹാണ്, അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും, അതിന് സവാബുണ്ട് എന്നാണ്. പിന്നെ അവരുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ജമാഅത്ത് നിസ്കരിക്കുക എന്നാണ് ഇബ്നു ഖാസിം പറഞ്ഞത്. പിന്നെ ബി ഖിലാഫി മാഹുന, ഇവിടെ അങ്ങനെയല്ല. ഫഇന്ന ഖുറൂജ അഹദിൽ അർബഈന, കാരണം എന്താണ്, 40 ഒരാള് ഖാരിജാകുക ഖബല സലാമിൽ കുല്ലി, എല്ലാവരും സലാം കിട്ടുന്നതിന് മുമ്പ് അബ്തല ഉജൂദി സൂറത്തിൽ അദദി, അദദിന്റെ സൂറത്ത് 40 എണ്ണം രൂപത്തിലെങ്കിലും സൂറത്തിലെങ്കിലും ഉണ്ടാകുക എന്നതിനെ ബാത്തിലാക്കിയപ്പോ ഖബല സലാമി, ഇയാള് സലാം കിട്ടുന്നതിന് മുമ്പ് ഫസ്തഹാലൽ ഖൗലു ബിസ്സിഹത്തി ഹുന, അപ്പൊ ആ 40 ഒരാളുടെ അശുദ്ധി ആഹിദത നടക്കി വെച്ച അശുദ്ധി ഉണ്ടായാല് പിന്നെ സഹീഹാണ് എന്ന് പറയൽ മുഹാലായി, സാധിക്കൂല ഇവിടെ. അലൈഹി
അപ്പൊ അതിന്റെ മേലെടുത്താൽ ഫലൗലം യബിൻ ഹദസുൽ വാഹിദ് ഹുന ഇല്ലാ ബഅദ സലാമിഹി വ സലാമിഹിം ലം യുസർ. അപ്പൊ ഇവിടെ തന്നെ എന്താണ് ഈ 40 ആളുടെ എണ്ണം 40 എന്ന് പറഞ്ഞ എണ്ണം അവസാനം വരെ നിലനിൽക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതിലൊരാളുടെ ഹദസ് ലാഹിറായില്ല. എപ്പോഴല്ലാതെ ഇല്ലാ ബഅദ സലാമിഹി, അയാള് സലാം കിട്ടിയതിന് ശേഷമാണ് മുമ്പ് ഹദസ് ഉണ്ടായല്ലോ എന്ന് ലാഹിറാകുന്നത്. അപ്പൊ സലാമിഹിം ഇവരും സലാം കിട്ടി, ബാക്കിയുള്ളവരും സലാം കിട്ടി, ഇയാളും സലാം കിട്ടി, എല്ലാവരും സലാം കിട്ടിയതിന് ശേഷമാണ്. ലം യുസർ എന്നാൽ ആ വെളിവാകല് എന്താവൂല, ഇവരുടെ ജുമാ ഇല്ലാതാക്കൂല, അതിൽ സ്വാധീനിക്കൂല. കാരണം ലിഅന്നഹു മിൻ ജുസ്ഇയ്യാത്തി തിൽക, കാരണം ഈ പറയുന്ന മസല നേരത്തെ പറഞ്ഞ മസലന്റെ ആ വലു ബാന എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ജുസിയ്യാത്തിൽപ്പെട്ടതാണ്. ജുസിയ്യാത്തി തിൽക എന്ന് പറഞ്ഞാൽ ആ മസലന്റെ ജുസിയ്യാത്തിൽപ്പെട്ടതാണിത്. ഹൈന ഇതിൻ ഇങ്ങനെ ശേഷം വെളിവാകുമ്പോന്നർത്ഥം. പിന്നെ ശേഷം വരുന്ന മായത്തി എന്ന് പറഞ്ഞ മസല ഉണ്ടല്ലോ, എന്ന ജമാഅത്തൽ മുഹദ്ദിസീൻ. പിന്നെ വഖ്തലവു ബിശ്തറാത്തി തഖദ്ദുമി ഇഹ്റാമി മന്ദന്നഖിദു ബിഹിം അലാ ഗൈരിഹിം. ഇനി ഈ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ വേറൊരു ഖിലാഫുണ്ട്. അതായത് ജുമാ മുന്നക്കിതാകുന്ന ആളുകളും ജുമാ അവരെ കൊണ്ട് സഹീഹാകുന്ന ആളുകളും, ഇങ്ങനെ 2 വിഭാഗം ഉണ്ടല്ലോ. അപ്പോ ജുമാ മുന്നക്കിതാകുന്ന ആൾക്കാർ ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണോ വേണ്ടേ? അതാ വഖ്തലഫു അയിമ്മത്ത് ഇഖ്തിലാഫായി ബിശ്തിറാത്തി തഖദ്ദുമി പിന്നെ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം മുന്തൽ ഷർത്താണോ? ഒരാളുടെ തക്ബീറത്തുൽ ഇഹ്റാം തന്നഖിദ് ബിഹിം, ആ ജുമാ മുന്നക്കിതാകും ബിഹിം ഇവരെ കൊണ്ട്, അവരുടെ തക്ബീറത്തുൽ ഇഹ്റാം മുന്തൽ ഷർത്താണോ? ആരെക്കാൾ അല ഗൈരിഹിം, ഈ മുന്നക്കിതാകുന്ന ആൾക്കാരുണ്ടല്ലോ അവരല്ലാത്തവരെക്കാൾ തക്ബീറത്തുൽ ഇഹ്റാം ഇവരുടേത് മുന്തൽ ഷർത്തുണ്ടോ എന്നതിൽ ഇഖ്തിലാഫായി. വൽ മൻഖൂലുല്ലദി അലൈഹി ജമ്മു മുഹഖിഖൂന, എന്നിട്ട് പറയാം മുഹഖിഖീങ്ങളായ ഒരു കൂട്ടം ഉലമാവ് അവരെ തൊട്ട് അല്ല അവര് പറയുന്ന ഒരു മൻഖൂലായ അഭിപ്രായം, വൽ മൻഖൂലു അസ്ഹാബിനെ തൊട്ട് നക്കൽ ചെയ്യപ്പെടുന്നത്, അതാ അതിന്റെ മേലാണ് ഒരു ജമ്മു മുഹഖിഖൂന. ആരെ പോലെ മുഹഖിഖീങ്ങൾ ഇബ്നുർ റിഫാ, ഇമാം ഇബ്നുർ റിഫാ, വൽ ഇസ്നവി, ഇമാം ഇസ്നവി വഗൈരിഹിമാ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവരൊക്കെ മുഹഖിഖീങ്ങളാണെന്നോ. ഇവരൊക്കെ പറഞ്ഞത് അന്നഹു ലാബുദ്ദ മിൻഹു, തക്ബീറത്തുൽ ഇഹ്റാം മുന്തണം എന്നാണ് പറയുന്നത്. വജറൈതു അലൈഹി, വേണ്ടാന്ന ശേഷം പറയുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് എന്താണ്, അങ്ങനെ മുന്തണം എന്നാണ്. വജറൈതു അലൈഹി, അങ്ങനെ മുന്തണം എന്ന അഭിപ്രായത്തിന്റെ മേലില് ഞാൻ പോയിട്ടുണ്ട്. എവിടെ? ഫി ശറഹുൽ ബാബി കിതാബില്. വറദത്തു, ഞാൻ എന്നിട്ട് അവിടെ റദ്ദ് ചെയ്യുകയും ചെയ്തു. മാ അത്താല ബിഹിൽ മുന്തസിറൂന, പിന്നെ ഞാന് റദത്തു മാ അത്താല ബിഹിൽ മുന്തസിറൂന ലാസിയമൻ സർക്കഷിയു ലിഅദ്മിൽ ഇഷ്തിറാത്ത്. കണ്ടോ, ഷർത്ത് ഇല്ല എന്നതിന് പ്രത്യേകിച്ച് ഇമാം സർക്കഷിയും മറ്റുള്ളവരും സഹായിച്ചിട്ടുണ്ട്. മുന്തസിറൂന ലിഅദ്മിൽ ഇഷ്തിറാത്തിന, ഷർത്തില്ല എന്നതിന് സഹായിച്ചവർ നീട്ടിപ്പറഞ്ഞത് മാ താലബിഹി, ഇവര് നീട്ടിപ്പറഞ്ഞ ഒന്നിനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തെളിവ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ റദ്ദ് ചെയ്തിട്ടുണ്ട്, തള്ളിയിട്ടുണ്ട്. ലാക്കിൻ മിമ്മാ യുഅയ്യിദുഹും മാ മറ ആനിഫൻ, അങ്ങനെയാണ് ശറഹുൽ ബാബിൽ അവസ്ഥ. എന്നാൽ പക്ഷേ ലാക്കിൻ മിമ്മാ യുഅയ്യിദുഹും, അവരെ ശക്തിപ്പെടുത്തുന്നതിൽ പെട്ടതാണ്. മാമറ ആനിഫൻ, ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ഒന്ന്. ആരെ ശക്തിപ്പെടുത്തുന്നത്? ആ മുന്തസിരിയങ്ങളെ. ഷർത്തില്ല എന്ന് അതിനെ സഹായിക്കുന്നവര് എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ശക്തി നൽകുന്ന ഒന്നിൽ പെട്ടതാണ് ഇത്. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ഒന്ന്. അടുത്ത് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടെ പിന്നെ അന്ന ഇഹ്റാമൽ ഇമാമി ഹുവൽ അസ്ലു, മുമ്പ് കഴിഞ്ഞ ഒന്നെന്താ? ഇമാമിന്റെ ഇഹ്റാമാണ് അസ്ല്. അന്നഹു ലാ ഇബ്റത ബി ഇഹ്റാമിൽ അദദി, ഇമാമിന്റെ ഇഹ്റാമാണ് അസ്ല് എന്നും അദദിന്റെ ഇഹ്റാം പരിഗണിക്കുന്നതല്ല എന്നും മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിത് ഷർത്തില്ല എന്നുള്ളതിന് തയ്യീദ് ചെയ്യുന്നുണ്ട്. വമായത്തി, ശേഷം വരുന്ന ഒന്നും തയ്യീദ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാമറ ആനിഫൻ അതിന്റെ മേലെത്തുക,
ശേഷം വരുന്ന ഒന്നും തെയ്ത് ചെയ്യുന്നുണ്ട്. എന്താ ശേഷം വരുന്നത്? അന്നഹു ലൗബാന ഹദസുൽ മൂമിനീൻ, അല്ല മൗമൂമീൻ, മൗമൂമീങ്ങളുടെ ഹദസ് വെളിവായാൽ ഇന്നക്കത്തിൽ ഇമാമി, അതായത് കുറച്ചിപ്പോ പറഞ്ഞത് തന്നെ ഇമാമിനെന്താകും, ഈ ജുമാ മുന്നക്കിതാകും എന്നും പറഞ്ഞു. അപ്പോ വിലിമ അന്ന മല്ലം തന്നക്കത് ബിഹിം വൈറുഹും, അപ്പോ ഏതൊരാളെ കൊണ്ടാണോ ജുന്നു മുന്നക്കിതാകുന്നത് അവരും വൈറുഹും അല്ലാത്തവരും കുല്ലുഹും തബഉൻ ലിൽ ഇമാമി, എല്ലാരും തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോട് പിൻപറ്റുന്നവരാ. അങ്ങനെ എല്ലാരും ഇമാമിനെ പിൻപറ്റുന്നവരാണെങ്കിൽ അന്നഹ ഹൈസുന്നഖദത്ത് ലഹു, ആ ജുമുഅ ഈ ഇമാമിന് മുന്നക്കിതായാൽ ലം യുൻദർ ലിൽ മൗമൂമീന, പിന്നെ മൗമൂമീങ്ങളിലേക്ക് നോക്കൂല. എന്ന് പറഞ്ഞാല് ഇത് ജുമുഅ മുന്നക്കിതാകുന്ന മൗമൂമാണോ നല്ല ജുമുഅ സഹിയാകുന്ന മൗമൂമാണോ, ഇങ്ങനത്തെ വിശദീകരണം ഒന്നും നോക്കൂല, കയ്യില. ഇനി അവിടെ ഒരു അഭിപ്രായം, മാലൽ അവ്വലി ആദ്യം പറഞ്ഞത് ഷർത്താണ് എന്നല്ലേ, അതിന്റെ മേലെടുത്തിട്ട് ലാബുദ്ദമിൻ താഖുരി അഫ്ആലിഹിം, അപ്പൊ അവരുടെ ഫിഅലുകൾ പിന്തണം. അഫ്ആലി മൻ തന്നഖദു ബിഹി കൽ ഇഹ്റാമി, അഫ്ആലിഹിം എന്ന് പറഞ്ഞാല് ഈ മുന്നക്കിതാകുന്നവരല്ലാത്തവര്, ഇവരെ കൊണ്ട് ജുമാ മുന്നക്കിതാവൂല, അങ്ങനത്തവരുടെ ഫീലുകൾ പിന്തണം. ആരത്തൊട്ട് തന്നെ അഫ്ആലി മൻ തന്നഖദു ബിഹി, ഏതൊരാളെ കൊണ്ടാണോ ജുമാ മുന്നക്കിതാകുന്നത് അവരുടെ ഫീലിനെ തൊട്ട് ഇവരുടെ ഫീല് പിന്തണം. കല്ല് എഹ്റാമി, എഹ്റാമ് പോലെ തന്നെ. എഹ്റാമ് പിന്തണമെങ്കിൽ ഫീലും പിന്തണം, ഇന്ദഹ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കീല. എന്നാൽ ഓഹുവ ബഈദുൻ ജിദ്ദൻ, അത് വളരെ ബഈദാ. ഇഹ്റാമിൽ പിന്തണം എന്ന് പറഞ്ഞാലും ഫീലിൽ പിന്തണം എന്ന് പറയാൻ തീരെ പറ്റൂല, അത് ബഈദുൻ ജിദ്ദാ. കാരണം എന്താ, ലിവുളൂഹിൽ ഫർഖ് ബൈനൽ ഇഹ്റാമി വഗൈരിഹി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും അല്ലാത്തതിന്റെയും ഇടയിൽ ഫർഖ് വാദിഹാണ്. കമാ മറ ഫിർ റാബിത്തത്തി ഫിൽ മൗഖിഫി, എവിടെ കഴിഞ്ഞു അത്, ആ നൃത്തത്തിൽ നിൽക്കുന്ന സ്ഥലത്തിലുള്ള റാബിത്തയെ കുറിച്ച് പറഞ്ഞപ്പോ ജമാഅത്തിന്റെ ബാബിൽ എന്ത് ചെയ്തു, അത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിൽക്കുന്നതിന്റെ റാബിത്ത, അതായത് ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്താകണം എന്ന് പറഞ്ഞിട്ട് ആ തുറന്ന വാതിലുണ്ടായാലും അടഞ്ഞ വാതിലുണ്ടായാലും എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ ബലിസ്സവാബു ഹുന. എന്നാൽ ഇവിടെ ശരി എന്താണ്, അത് മുസ്തിറാത്ത് ദാലിക, ഇങ്ങനെ പിന്തണം എന്ന് പറഞ്ഞത്, ഹുന എന്ന് പറഞ്ഞ ജുമായിൽ പിന്തണം എന്ന് പറഞ്ഞത് അത് ശരിയല്ല. പിന്നെ അത് ഷർത്തില്ല എന്നതാണ് ശരി. ദാലിക ഇസ്തിറാത്ത് ദാലിക എന്ന് പറഞ്ഞാൽ ഒരു ഫെയില് പിന്തൽ, മറ്റേ തക്ബീറത്തുൽ ഇഹ്റാം തന്നെ മസ കഴിഞ്ഞ് ഇനി ഫെയില് പിന്തണ വേണ്ടേ, അതില്ല. വയങ്കുൽന ബിസ്തിറാത്തിഹി ദമ്മ, അവിടെ നമ്മൾ ഷർത്തുണ്ട് എന്ന് പറഞ്ഞാലും, ഇവിടെ തക്ബീറത്തുൽ ഇഹ്റാമില് ഷർത്തുണ്ട് എന്ന് പറഞ്ഞാലും ശരി എന്താണ്, പിന്നെ ഇവിടെ ഷർത്തില്ല എന്നുള്ളതാണ് സവാബ്. കാരണം ലിവുളൂഹിൽ ഫർഖ് ബൈനൽ ബാബൈനി, രണ്ട് ബാബിന്റെയും ഇടയിൽ ഫർക്കുള്ളത് കൊണ്ട്. ലി ബയാനിൽ ഫർഖ് ബൈനൽ ബാബൈനി അല്ലെ. അപ്പൊ അത് മുസ്തിറാത്ത് ദാലിക എന്ന് പറഞ്ഞത് ഇൻകുൽന ബിസ്തിറാത്തിഹി സമ്മ എന്ന് പറഞ്ഞിടത്ത് ഷെർവാനി റാബിത്തയില്, മൗഖിഫിലെ റാബിത്തയില് എന്നാണ്. പിന്നെ അത് ജമാഅത്തിന്റെ ബാബാണ്, ഇത് ജുമാന്റെ ബാബാണ്, അതാ ഫർക്ക്. പിന്നെ വശർത്തുഹ കഗൈരിഹ അൻ തുഖാമ ബിഅർബഈന, ഇനി ജമാഅത്തോടു കൂടെ വേണം എന്ന് പറഞ്ഞു. ജമാഅത്തിന് എത്ര ആൾ വേണം അതതിന് പറയുന്നു. വശർത്തുഹയിൽ ജമാഅത്ത് ബിഹ, ജുമായില് ജമാഅത്തിന്റെ ഷർത്താകുന്നത് കഗൈരിഹ മറ്റുള്ള ജമാഅത്തുകളെ പോലെ തന്നെയാണ്. അപ്പൊ ജുമായിലെ ജമാഅത്തിന് മറ്റുള്ള ജമാഅത്തുകൾക്കുള്ള ഷർത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഗൈരിഹ മിനൽ ജമാഅത്തി, ആ ജുമാ അല്ലാത്ത മറ്റു ജമാഅത്തുകളെ അതുപോലെ തന്നെ. ഏതുപോലെ കൽ ഖുർബി, ഖരീബാകണം. ഇമാമും മഅ്മൂമിന്റെ ഇടയിൽ 300 മുഴത്തിലധികം ദൂരം ഉണ്ടാകാൻ പാടില്ല. നിയ്യത്തിൽ ഇഖ്തിദായി എന്ന പോലെ തുടർന്ന് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്യണം. അതിമിൽ മുഖാലഫത്തിൽ ഫാഹിഷത്തി, ഫാഹിഷായ മുഖാലഫത്ത് ഉണ്ടാകാൻ പാടില്ല. വൽഇൽമി ബി അഫ്ആലിൽ ഇമാമി, ഇമാമിന്റെ നീക്കുപോക്കുകൾ അത് എന്താണോ അറിയണം. വഗൈരി ദാലിക, ഇതല്ലാത്ത മിമ്മാ മറ മുമ്പ് കഴിഞ്ഞ എല്ലാ ഷർത്തും
ഇവിടെ ജുമഅക്കുണ്ട്. ഇല്ല നിയ്യത്തൽ ഇക്തിദാഇ വൽ ഇമാമത്തി, അവിടെ പറഞ്ഞ 2 ഒഴിവുണ്ട്. തുടർന്ന് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തും ഇമാമായി നിസ്കരിക്കുന്നു എന്ന 2 നിയ്യത്ത് ഒഴിച്ച്. അത് രണ്ടും ഫഇന്നഹുമാ ഷർത്താനി ഹുനാ, കാരണം അത് രണ്ടും ഷർത്താണ് ഇവിടെ. ലിന്നിഖാദി ജുമുഅ മുന്നഖിദാകാനുള്ള ഷർത്താണ്. കമാമറ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാ യുംകിനു ഇന്നിഖാദുൽ ജുമുഅത്തി മഅൽ ഇൻഫിറാദി, കാരണം എന്താ ഇത് ജുമുഅ മുന്നഖിദാകാൻ ഷർത്താന്ന് പറഞ്ഞത്? അത് ജുമുഅ മുന്നഖിദാകൽ സൗകര്യമല്ല മഅൽ ഇൻഫിറാദി, ഒറ്റക്ക് നിസ്കരിക്കുന്നതോടുകൂടെ. അപ്പൊ അതുകൊണ്ട് ജമാഅത്തിന്റെ അവിടെ അത് രണ്ടും നിർബന്ധം ഇല്ല എന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ ആണെങ്കിലോ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ തന്നെ ജമാഅത്ത് കരുതല് ഷർത്താണ് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഇനി വഖ്തസ്സത്ത് ബിശ്തിറാത്തി ഉമൂരിൻ ഉഖ്റാ മിൻഹാ, അപ്പൊ ഷർത്തുഹാക്ക് ഗൈരിഹാ അൻ തുഖാമ ബി 40 മത്തില്ല അങ്ങനെയുള്ളത് അല്ല, കൈരിഹ വാൻ തുഖാമ ബി 40. അപ്പോൾ ഷർത്തുഹാക്ക് ഗൈരിഹ എന്നുള്ളത് ഇപ്പോൾ വിശദീകരിച്ചു. ഇനി വാൻ തുഖാമ ബി 40 എന്ന് പറയുമ്പോൾ ആ ഷർത്തിന് പുറമെ എന്താകണം? 40 ആളെ കൊണ്ട് നിർവഹിക്കണം. വഖ്തുസ്സത്ത ജുമുഅ പ്രത്യേകമായി ബിശ്തിറാത്തി ഉമൂരിൻ ഉഖ്റ, വേറെ പല കുറെ കാര്യങ്ങളും കൂടി ഷർത്താക്കൽ കൊണ്ട്. മിൻഹ അക്കാര്യങ്ങളിൽ പെട്ടതാണെന്ന് തുഖാമ ബി 40, 40 ആളെ കൊണ്ട് നിർവഹിക്കപ്പെടുക. വഇൻകാന ബഅദുഹും സല്ലാഹ ബി ഖറിയത്തിൻ ഉഖ്റ, ഈ 40 ആള് എന്ന് പറഞ്ഞപ്പോൾ അവര് ജുമുഅ ആദ്യം നിസ്കരിക്കുന്നവരാകണമെന്നില്ല, വേറൊരു സ്ഥലത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വന്നവരായാലും മതി. അതാ വഹിങ്കാന ബഅദുഹും, ആ 40 നിന്നുള്ള ബഅദ് ആണെങ്കിലും സല്ലാഹ ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്, എടഫി ഖറിയത്തിൻ ഉഖ്റ മറ്റൊരു ഖറിയയിൽ നിസ്കരിച്ചിട്ടുണ്ട്. അതിനാ ഖറിയയിൽ ഒരു ജുമുഅല്ലേ പറ്റുള്ളൂ, അപ്പൊ അങ്ങനെയല്ലേ കണക്ക് കൂട്ടുക. പിന്നെ അലാമ ബഅസഹു ജമ്മുൻ, അല്ലെങ്കിൽ ഇവിടെ ഈ മഹലിലുള്ള തഅദ്ദുദ് ജായിസാകുന്ന സ്ഥലമാണെങ്കിൽ വേറൊരു പള്ളിയിൽ നിസ്കരിച്ച് വന്നവരായാലും മതി എന്നർത്ഥം. പിന്നെ അലാമ ബഅസഹു ജമ്മുൻ, ഒരു ജമ്മു ബഅസ് ചെയ്തതനുസരിച്ച്. ഖിയാസുഹു, അതിന്റെ ഖിയാസ് പിന്നെ വേറെ സ്ഥലത്ത് നിസ്കരിച്ച് വന്നവരാണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന്റെ ഖിയാസ് അന്നൽ മരീദ ലൗ സല്ലൽ ളുഹ്റ, രോഗിയായ ആളെ അയാൾക്ക് നിർബന്ധമില്ലല്ലോ, അയാളെ ളുഹ്ർ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് സുമ്മ ഹദറ പിന്നെ പള്ളിയിലെത്തി എന്നാ ഹുസിബായിലൻ, അയാളെയും എന്താക്കും? ഈ മുന്നക്കിതാകുന്ന 40 ആളിൽ കൂട്ടും എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ആവുമിനൽ ജിന്നി, അല്ലെ ജിന്നിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും പറഞ്ഞാൽ വൈങ്കാന ബഅദുഹും സല്ലാഹ നേരത്തെ പറഞ്ഞു, ആ സല്ലാഹന്റെ മേലെ എത്തുപ്പാണിത്. അപ്പോ വൈങ്കാന ബഅദുഹും മിനൽ ജിന്നി, ജുമുഅക്ക് വന്നത് കുറച്ചാൾക്കാർ ജിന്നുകൾ, എന്നാലും മതി 40 തികയാന്. കമാ ഖാലഹുൽ ഖമൂലിയു, ഇമാം ഖമൂലി പറഞ്ഞ അനുസരിച്ച്. പക്ഷെ അവിടെ ജിന്ന് വന്നെന്നറിയണം, ജിന്നിന് നമ്മളെ ഷർത്തൊക്കെ ഒത്തവരാണെന്നുള്ള അറിയണം, എന്നാലേ പറ്റുള്ളൂ. അതാ ഇൻ ഉലിമ, അറിയപ്പെട്ടാൽ എന്ത് ബഅദൽ ഇൽമി ബിവുജൂദിഹിം, ജിന്നുകൾ അവിടെ നിസ്കരിച്ചിട്ടുണ്ട് എന്നത് അറിഞ്ഞതിന് ശേഷം എന്തറിയപ്പെട്ടു? വുജൂദു ഷർത്ത് ഫീഹിം, ആ വന്ന ജിന്നുകളിൽ ജുമുഅ എന്താണ് മുന്നക്കിതാകുകയും സഹീഹാകുകയും അതിന്റെ കുറെ ഷർത്തുകളുണ്ടല്ലോ, ആ ഷർത്തെല്ലാം ഉണ്ട് എന്നും അറിയപ്പെട്ടാൽ അത് മതിയാവും. അപ്പൊ വന്ന ജിന്ന് ബാലികാണെന്ന് അറിയണം. പിന്നെ അങ്ങനത്തെ അറിയേണ്ടതൊക്കെ അറിയണം എന്നർത്ഥം. ഇനി ഖൗലു ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ, അപ്പോ എന്താണ് ജിന്നുകളായാലും മതി എന്ന് പറയുമ്പോ ജിന്നുകളെ കണ്ടെന്ന് ഒരാൾ വാദിച്ചാല് അയാളെ തഅ്സീർ എടുക്കണം എന്ന് ഇമാം ശാഫി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോഴോ അപ്പൊ ഈ പറഞ്ഞത് നടക്കൂലല്ലോ, അവരവിടെ ഉണ്ട് എന്നറിയണമെങ്കിൽ അവരെ കാണണം. കുറച്ച് ആൾക്കാരുണ്ട് നാട്ടിലൊന്നും പരിചയമില്ലാത്തവര്. അപ്പൊ ഇതെന്താന്ന് നോക്കുമ്പോ അവര് പറഞ്ഞല്ലേ നമ്മള് ജിന്നുകളാണ്. അപ്പൊ ഷർത്തൊക്കെ ഉണ്ടോന്ന് പരിശോധിച്ച് നോക്കുമ്പോ ഉണ്ട്, എന്നാ പിന്നെ മതി. അതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഖൗലു ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് യുഅസ്സറു, തഅ്സീർ താൽക്കാലിക ശിക്ഷ നൽകണം. തഅ്സീർ എന്ന് പറഞ്ഞാല് ഹദ്ദിനേക്കാൾ ചെറിയ ശിക്ഷക്കാണ് എന്ത് പറയാ തഅ്സീർ എന്ന് പറയാ. നിശ്ചിത കുറ്റങ്ങൾക്ക് നിശ്ചിത ഹദ്ദുകൾ ഉണ്ടല്ലോ, അതിനേക്കാൾ ചെറിയ. അപ്പോ ആ ഖാദി കാണുന്ന കോടതിയില് പിന്നെ ജഡ്ജി കാണുന്ന ആ ഖാദി അപ്പോ തീരുമാനിക്കുന്ന ഒരു ശിക്ഷ. ഇങ്ങനെ തഅ്സീർ എടുക്കണം. ആര്? മുദ്ദഈ റുയ്യത്തിഹിം, ആ ജിന്നുകളെ കണ്ട് എന്ന് വാദിക്കുന്ന ആളിനെ തഅ്സീർ എടുക്കണം എന്നാ, അയാളെ ശിക്ഷിക്കണം. മഹ്മൂലുൻ, ആ കൗലാകുന്നത് മഹ്മൂലുൻ, അത് ചുമത്തപ്പെട്ടതാണ്. അല മുദ്ദഈഹ, അത് ജിന്നുകളെ കണ്ട് എന്ന് വാദിക്കുന്ന
അവരുടെ മേൽ എങ്ങനെ വാദിക്കുക? ഫി സുവരിഹിം അൽ അസ്ലിയത്തി, ആ ജിന്നുകളുടെ അസ്ലിയായ സൂറത്തിൽ കണ്ടു എന്ന് വാദിക്കുന്നതിന്റെ മേൽ മഹ്മൂലാണ്. അസ്ലിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ? അത് അല്ലത്തി ഖുലിഖു അലൈഹ, അവരാ സൂറത്തിന്റെ മേൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ അസില് ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ മേൽ കണ്ടു എന്ന് പറഞ്ഞാല് തഅ്സീർ എടുക്കണം. അന്നെന്താ? ലിഅന്നഹു ഹീനഇദിൻ മുഖാലിഫുൽ ലിൽ ഖുർആനി, അങ്ങനെ അസില് സൂറത്തിന്റെ മേൽ കാണുക എന്നുള്ളത് ഖുർആൻ പറഞ്ഞ അനുസരിച്ച് മുഹാലാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാ. ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, ഇബ്ലീസ് സംഘം നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയൂല. ലാ തറൗനഹും എന്നല്ലേ പറഞ്ഞ. ഇതാണ് വദാലിക ലിമാ സഹ. അപ്പോ പിന്നെ 40 ആള് വേണമെന്ന് പറയാൻ ഷർത്താണെന്ന് പറയാൻ കാരണം എന്താ? അതിന് തെളിവ് പറയുന്നു. ലിമാ സഹ, സ്വഹിയായ ഹദീസ് ഉണ്ട്. എന്ത്? അന്ന അവല ജുമാഅത്തിൻ സുല്ലിയത്ത് ബിൽ മദീനത്തി, മദീനയിൽ നിസ്കരിച്ച ആദ്യത്തെ ജുമാ കാനത്ത് ബി അർബഈന, അത് 40 ആളെ കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വൽ ഗാലിബു അൻ അലാ അഹ്വാലിൽ ജുമാഅത്തി തഅബ്ബുദു, പിന്നെ അതിനും പുറമെ ജുമാന്റെ അവസ്ഥകളിൽ ഗാലിബും എന്ത്? തഅബ്ബുദ്, ഒരു ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. വഖദ് അജ്മഉ അലാ ഇശ്തിറാത്തിൽ അദദി, അദദ് ഷർത്താണ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് വേണം എന്ന് ഷർത്താണ് എന്നുള്ളതിൽ ഇജ്മാ ആണല്ലോ. അപ്പോ ഒരാളെ കൊണ്ട് മുൻഫരിദായിട്ട് പറ്റൂല, അദദ് വേണം. അദദ് വേണം എന്നുള്ള ഇജ്മാ. 40 എങ്ങനെ കിട്ടി? അതാ വൽ അർബഊന അഖല്ലു മാ വറദ, ഹദീസുകളില് ജുമാ നിസ്കരിച്ച എണ്ണം പറഞ്ഞു വാരിതായതില് ഏറ്റവും ചുരുങ്ങിയത് 40 അപ്പൊ ആ 40 പിന്നെ പരിഗണിക്കണം എന്നല്ലേ വന്നത്? പിന്നെ അപ്പൊ ചുരുങ്ങിയ 40 ആയതുകൊണ്ട് അതുപോലെ മദീനത്ത് നിസ്കരിച്ചപ്പോ 40 ആളുണ്ടായിരുന്നു എന്ന് ഉണ്ട്. അതാണ് അതിന്റെ തെളിവ്. അപ്പൊ പിന്നെ വേറൊരു വിഷയം, 40 ആള് വേണമെന്നും പറഞ്ഞു, ജുമാ തീരോളം വേണമെന്നും പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ആവുമ്പോ 40 ആള് വേണം എന്ന് പറഞ്ഞാല് 40 ആള് ഖുതുബയും കേൾക്കണമല്ലോ. നിസ്കാരത്തിന് 40 ആള് വേണം, ഖുതുബ കേൾക്കാനും 40 ആള് വേണം. അങ്ങനെയാണ്. അപ്പോ പിന്നെ ഈ ആയത്തില് ഇൻഫിലാലിന്റെ ആയത്തുണ്ടല്ലോ, വഇദാ റഅൗ തിജാറത്തൻ ഔ ലഹ്വൻ ഇൻഫല്ലൂ ഇലൈഹാ വതറക്കൂക ഖായിമാ, അവര് കച്ചവട സംഘം വന്ന കണ്ടപ്പോ ജുമാന്റെ നേരത്താണെന്നുണ്ടെങ്കിലും സാധനം കിട്ടാതായി പോവോ, ക്ഷാമമുള്ള സമയമാണ്. അപ്പൊ വന്ന എന്താണ് വണ്ടിന്ന് കുറച്ച് സാധനം വാങ്ങാന്നുള്ള നിലക്ക് എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ബാക്കി എത്ര ആളെ ഉണ്ടായിരുന്നല്ലോ അവിടെ? അവിടെ 12 ആളെ പള്ളിയിലുള്ളൂ. അപ്പൊ 40 എണ്ണം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ 12 കൊണ്ട് എന്ത് സഹിയാണെന്ന് വന്നില്ലേ? അത് അതിന് മറുപടി പറയുക ഖബറുൽ ഇൻഫിലാലി, അതായത് ഇൻഫല്ലൂ മിൻ ഹൗലിക്ക് എന്ന് പറഞ്ഞ, അല്ല ഇൻഫല്ലൂ ഇലൈഹാ വതറക്കൂക ഖായിമ എന്ന് പറഞ്ഞ ഇൻഫിലാല് പിരിഞ്ഞുപോയി എന്ന് പറഞ്ഞത് മുഹത്തമിലുൻ, അത് പലതിനും സാധ്യത ഉള്ളതാണ്. പലതിനും സാധ്യതയുള്ള തെളിവ് ഹുജ്ജത്താക്കാൻ പറ്റൂല എന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 12 ആൾക്കാർ പോയെങ്കിലും അവര് ജുമാ അല്ല ഖുതുബ കേൾക്കുമായിരുന്നു. അത്ര ദൂരത്തേക്കേ പോയിട്ടുള്ളൂ. സാധനം വാങ്ങാൻ പോയാലും കേട്ടോണ്ട് പോവാല. അല്ലെങ്കിലോ അവര് എന്ത് ചെയ്തിട്ടുണ്ട്? അർക്കാനുൽ ഖുതുബ മുഴുവൻ കേൾക്കുന്ന രീതിയിൽ തന്നെ മടങ്ങി വന്നിട്ടുണ്ട്. അർക്കാനുൽ ഖുതുബയല്ലേ കേൾക്കേണ്ടതുള്ളൂ. ഉസീക്കും ബി തഖ്വ പറഞ്ഞതിന് ശേഷമാണ് പോയത്. പിന്നെ അടുത്ത റുക്കിനെത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ആയത്തോതലല്ലേ പൊതുവെ ഉണ്ടാകുക. അതിനു മുമ്പ് അവര് തിരിച്ചു വന്നു. അങ്ങനെ ആകാലോ. പിന്നെ മുക്കല്ലഫൻ ഹുറൻ ദക്കറൻ, ഈ 40 ആൾ എങ്ങനത്തെവരായിരിക്കണം? മുക്കല്ലഫ് ബാലികങ്ങളും ആക്കലീങ്ങളും ആയിരിക്കണം. ഹുറൻ എന്ന പോലെ സ്വതന്ത്രരായിരിക്കണം. ദക്കറൻ പുരുഷന്മാരും ആയിരിക്കണം. പിന്നെ മുമയ്യിസൻ, മുമയ്യിസായ ദക്കറാകണം. ലിയഖ്റുജ സക്റാനു ബിനാഅൻ അലാ അന്നഹു മുക്കല്ലഫുൻ. മുക്കല്ലഫൻ ഹുറൻ ദക്കറൻ, പിന്നെ തമ്മീസുള്ള ആളും ആകണം. തമ്മീസുള്ള ആള് എന്ന് പറഞ്ഞാല്
കുട്ടികൾ തമ്മീസുള്ളവർ പോരാന്ന് നേരത്തെ പറഞ്ഞ മുക്കല്ലഫ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞതിൽ കിട്ടിയല്ലോ. പിന്നെ ഈ തമ്മീസ് അതുകൊണ്ട് ഉദ്ദേശിച്ചാരാ? അത് സക്കറില്ലാതിരിക്കണം എന്നാണ്. ബുദ്ധിയുടെ വകതിരിവുണ്ടാകണം എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ച ആളാകരുത് എന്നാണ്. അതാ ലിയഖ്റുജ സക്രാൻ. മുമയ്യിസ് എന്ന് പറയുമ്പോൾ സക്രാനെ കൊണ്ട് ജുമാ ശരിയാവൂല എന്ന് വരും. അത് സക്രാന് മുക്കല്ലഫല്ലല്ലോ. അപ്പൊ മുക്കല്ലഫൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖാരിജായില്ലേ എന്ന് ചോദിക്കുന്നതിന് പറഞ്ഞതാണ്. ഈ സക്രാന് മുക്കല്ലഫാണ് എന്ന് അഭിപ്രായമുണ്ട്. അപ്പൊ അതിന്റെ മേലെടുത്താൽ പിന്നെ സക്രാൻ എന്താക്കണം? ഇവിടുന്ന് ഖറാജ് ചെയ്യണം. ഖാരിജാകാൻ എന്ത് ചെയ്തു കൊടുക്കണം? മുമയ്യിസൻ എന്ന് പറയണം എന്നർത്ഥം. ലിഅന്നഹ, കാരണം ആ ജുമാ ലാ തൽസമു അൽദാദ ഹൗലായി, ഇവരുടെ എതിരുള്ളവർക്ക് എന്താണ് നിർബന്ധമാകുന്നില്ല. മുക്കല്ലഫല്ലാത്തതിന്, ഹുറല്ലാത്ത അടിമക്ക്, ആണല്ലാത്ത എന്താണ് സ്ത്രീക്ക്, ഇവർക്കൊന്നും നിർബന്ധമാകുന്നില്ലല്ലോ. എന്താ കാരണം? ലി നഫ്സിഹിം, അവർക്കൊക്കെ ന്യൂനത ഉണ്ട്. കമാ ഖദ്ദമഹു, മുസന്നിഫെന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫലാ തന്നഖിദു ബിഹിം, അപ്പൊ ഇവരെ കൊണ്ട് ജുമാ മുന്നഖിദാവൂല. കമാ ദക്കറഹു ഹുനാ, ഇവിടെ പറഞ്ഞ പോലെ. പിന്നെ അപ്പൊ നേരത്തെ പറഞ്ഞത് ഇവരുടെ അൽദാദിന് ലാസിമില്ല എന്നുള്ള മസലയാണ്. ഇവിടെ പറഞ്ഞത് അവരെ കൊണ്ട് മുന്നഖിദാവൂല എന്നാണ്. ലുസൂമില്ലെങ്കിലും നിർബന്ധമില്ലെങ്കിലും എന്താകാ? മുന്നഖിദാകാലോ. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നാട്ടിൽ തന്നെ താമസിക്കുന്ന രോഗിയാണ്, അയാൾ മുസാഫിർ ഒന്നല്ല, നാട്ടിൽ തന്നെ. അയാൾക്ക് ജുമാ നിർബന്ധമില്ല. ഇയാള് പള്ളിയിൽ വന്നാൽ പിന്നെന്താണോ ഇയാൾ ജുമാ നിസ്കരിക്കുകയും ചെയ്താൽ ഇയാളെ കൊണ്ട് മുന്നഖിദാവുമല്ലോ. അപ്പൊ എന്തിനാ പറഞ്ഞ് കമാദക്കറഹൂന മുസന്നിഫ്? ഇവിടെ പറഞ്ഞത് മുന്നഖിദാകാത്ത മസലയാണ്. മുമ്പ് പറഞ്ഞത് ലാസിമാകാത്ത മസലയാണ്. അപ്പൊ രണ്ടാവശ്യത്തിന് വേണ്ടിയാണ് ഇത് രണ്ട് സ്ഥലത്ത് പറഞ്ഞത്, ഒരാവശ്യത്തിന് വേണ്ടിയല്ല. ഒരാവശ്യത്തിന് വേണ്ടിയാണ് തക്രാറ് എന്ന് പറയും. അപ്പൊ തക്രാർ ഒരു ന്യൂനതയാണല്ലോ, അതില്ലാന്ന്. ഫലാ തക്രാറാ ബിഖിലാഫിൽ മരീദി, രോഗിക്കെതിരായിട്ട്. പിന്നെ രോഗിക്കെതിരായിട്ട് എന്ന് പറഞ്ഞാല് അയാള് എന്താണ് ഈ പറഞ്ഞവരുടെ അൽദാദിൽപ്പെട്ട ആളല്ല. ഇവരുടെ അൽദാദിന് ജുമാ നിർബന്ധമില്ല എന്നതോട് ബന്ധിച്ചാണ്, ആ അൽദാദിനോട് ബന്ധിച്ചാണ് ഖിലാഫിൽ മരീദ്, മരീദിനെതിരായിട്ട്. അപ്പൊ മരീദിനെ കൊണ്ട് മുന്നഖിദാവുന്ന അർത്ഥം. പിന്നെ അപ്പൊ ഫലാ തന്നഖിദു ബിഹിം ബിഖിലാഫിൽ മരീദ്. ലാ തന്നഖിദിനോട് ബന്ധിച്ചാണ് ബിഖിലാഫിൽ മരീദ്. മരീദിനെ കൊണ്ട് മുന്നഖിദാവും. അയാൾ വന്ന് ജുമാ നിസ്കരിച്ചാൽ അയാൾക്ക് നിർബന്ധമില്ല. ഇനി വലൗക്കമുലൽ അദദു ബി ഖുൻസ, അപ്പൊ 40 എണ്ണം പൂർത്തിയായത് ഒരു ഖുൻസയും കൂടെ കൂടിയപ്പോഴാണ്. എന്നാലോ വജബത്തിൽ ഇയാദത്തു വൈൻ ബാന റജുലൻ, എല്ലാവർക്കും എന്താകണോ? ഇയാദത്ത് നിർബന്ധമാണ്. ജുമയായിട്ട് മടക്കാൻ പറ്റുമെങ്കിൽ വക്തിൽ ജുമ തന്നെ മടക്കി നിസ്കരിക്കുക, ഇല്ലെങ്കിലോ ബഹുറായിട്ട് മടക്കി നിസ്കരിക്കുക. അതാ ഇൻ ബാന റജുലൻ, ഒരു ഖുൻസയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ജുമ കഴിഞ്ഞതിന് ശേഷം ഇയാൾ ആണാണെന്നുള്ളത് വെളിവായി. എന്നാലും എന്താവൂല, ഈ നിസ്കരിച്ചത് മതിയാവൂല. പിന്നെ അതെ 40 ആള് ദക്കറൻ പുരുഷനാകണം എന്ന് പറഞ്ഞതിന്, അതായത് മുഹക്കായ പുരുഷനാകണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഖുൻസയെ കൊണ്ട് മതിയാവൂല എന്ന്, അതതിന്റെ മുത്തറസ. ഇനി വലവഹറമ ബി അർബഇന ഫീഹിം ഖുൻസ ഫംഫല്ല വാഹിദുൻ വബഖിയൽ ഖുൻസ. അപ്പോ 40 ആളെയും കൊണ്ട് ഇമാം ഇഹ്റാം ചെയ്തു. അപ്പൊ ഇമാമ തക്ബീറത്തിൽ ഇഹ്റാം ചെയ്തപ്പോ മാമൂമിങ്ങൾ 40 ഉണ്ട്. അപ്പൊ മൊത്തം 41 ആയില്ലേ? ഇമാമും ഉണ്ടല്ലോ. വലവഹറമ ബി അർബഇന, 40 ആളെയും കൊണ്ട് ഇമാമ തക്ബീറത്തിൽ ഇഹ്റാം ചെയ്തു ജുമാക്ക്. അപ്പൊ ഇമാം അടക്കം 41. ഫീഹിമ 40 ഖുൻസ, ഒരാള് ഖുൻസയാണ്. എന്നാലും കുഴപ്പമില്ല. കാരണം എന്താ, ഇമാം അടക്കം 40 ആളുണ്ടല്ലോ ഖുൻസ അല്ലാത്ത, അത് മതിയല്ലോ. പക്ഷെ ഈ ഒരാള് ഖുൻസയാണ്. എന്നിട്ട് ഫംഫല്ല വാഹിദിന്റെ, ഒരാൾ പിരിഞ്ഞുപോയി. ബഖിയൽ ഖുൻസ, ഖുൻസ അവിടെ ബാക്കിയുണ്ട്. ഖുൻസ അല്ലാത്ത ഒരാൾ എന്ത് ചെയ്ത്, അയാളടക്കം എന്താ അവസ്ഥനങ്ങ് പോയി. ലംതബുത്തില്ല, എന്നാൽ ജുമാവാത്തിലാവില്ല. ഒന്നില്ല അയാളെ അശുദ്ധി എന്തായാലും പറഞ്ഞിട്ടായിരിക്കാം. പിന്നെ എന്നാലും ഇവിടെ ജുമാവാത്തിലാവില്ല, ആരെയും പാത്തിലാവില്ല. ലംതബുത്തുൽ കമാകാലഹു ജമ്മുൻ, ഒരു ജമ്മു പറഞ്ഞു. സബാൻ സുലമിയി, ഇമാം സുലമിക്ക് താബിയായി കൊണ്ടൊരു ജമ്മ അങ്ങനെ പറഞ്ഞു. കാരണം എന്താ, ലിയന്ന, തീർച്ചയായും നമ്മള്
തയക്കന്ന നമ്മൾ ഉറപ്പിച്ചു, ഇന്നിക്കാദഹ ജുമ മുന്നക്കിതാണ് എന്നുള്ളത് ഉറപ്പിച്ചു. കാരണം എന്താ, തുടങ്ങുമ്പോൾ 41 ആളുണ്ടല്ലോ, ഹുൻസ കഴിച്ച് ബാക്കി 40 ഉണ്ട്. അപ്പൊ ജുമ മുന്നക്കിതാണ് നമ്മൾ ഉറപ്പിച്ചു. സുമ്മ ശക്കക്കിന ബി വുജൂദി മുബുത്തിലിൻ, പിന്നെ എന്താണ് ഒരു മുബുത്തിലുണ്ടായോ എന്ന് പിന്നെ സംശയമാണ്. എന്താണ് ആ മുബുത്തില്? ഓഹോ ഉനൂസത്തുൽ ഹുൻസ, ഈ ഹുൻസ പെണ്ണാണോന്നാ സംശയം. ഈ ഹുൻസ പെണ്ണാണെന്നുണ്ടെങ്കിൽ അതൊരു മുബുത്തിലാണല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ മുബുത്തിലുണ്ടായോന്ന് സംശയം. ഫലായതുറു, അപ്പൊ ഷക്കായതുകൊണ്ട് എന്തില്ല, ഇത് ലാറാവൂല. ലിയന്നൽ അസ്ല ബഖാവുൽ ഇന്നിഖാദി, കാരണം മുന്നൊക്കെ ഇതായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇന്നിഖാദ് ബാക്കി ഉണ്ടാകുക എന്നുള്ളതാണ് അസല്. മുബത്തിലുണ്ടായോ ഇല്ലേ എന്ന് സംശയിക്കുമ്പോൾ മുബത്തിലുണ്ടായില്ല എന്നുള്ളതല്ലേ അസല്. അപ്പൊ ഇന്നിഖാദ് ബാക്കിയുണ്ട്. കമാന്നൽ അസ്ല ബഖാവുൽ വക്തി, ഏതുപോലെ ആ സമയം ശേഷിക്കുക എന്നത് അസലായ പോലെ, അദ്മുൽ മുഫ്സിദി എന്ന പോലെ ഫസാദ് ഇല്ല എന്നതും അസലായതുപോലെ. എവിടെയാണിത്? ഫീമാലൗ ഷക്കു ഫീഹാ ഫീ ഖുറൂജിഹി, ജുമായിൽ വെച്ചുകൊണ്ട് അവർ സംശയിച്ചു. ജുമായ്ക്ക് സലാം കിട്ടുന്നതിന് മുമ്പ് അവർ സംശയിച്ചു. ഫീ ഖുറൂജിഹി, സമയം കഴിഞ്ഞു പോയോ എന്ന് സംശയിച്ചു. എന്നാലോ ആ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അസല്. അപ്പൊ അതങ്ങനെ പൂർത്തിയാക്കാം. ഔ ഫീഹ ഔ ഖബ്ലഹ ഫീ മസ്ഹിർ റഅസി ഫിൽ വുദൂഇ, അല്ലെങ്കിൽ ജുമായിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജുമാ നിസ്കരിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പോ സംശയിച്ചു. അതായത് അന്നൽ അസ്ല ബഖാവുൽ വഖ്തി വഅദ്മുൽ മുഫ്സിദി എന്ന് 2 എണ്ണം പറഞ്ഞില്ലേ, അതിന്റെ ഒന്നാമത്തേതാണ് ഇപ്പൊ എന്ത്, ഫീമാലൗ ഷക്കു ഫീഹാ ഫീ ഖുറൂജിഹി എന്ന് പറഞ്ഞത്. മറ്റേതോ മുഫ്സിദ് ഇല്ല എന്നുള്ളത് അസ്ല് എന്ന് പറഞ്ഞത് അതെടുത്തേക്കാ. അതാ അവരെന്ത്, ഫീമാലൗ ഷക്കു ഫീഹ, ജുമയിൽ സംശയിച്ചു, ഔ ഖബ്ലഹ, അല്ലെങ്കിൽ ജുമാ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പായി ഒളു എടുത്ത് കഴിഞ്ഞിട്ട് സംശയിച്ചു. എന്താണ് ഫീ മസ്ഹിർ റഅസി ഫിൽ വുദൂഇ, വുദൂഇൽ തല തടയോ എന്ന് സംശയിച്ചു. അപ്പൊ കുഴപ്പമില്ല, മുഫ്സിദ് ഉണ്ടോ ഇല്ല എന്നാ സംശയം. മുഫ്സിദ് ഇല്ലാതിരിക്കണം അസല്. അപ്പൊ ഇസ്തിസാബുൽ അസല് എന്നുള്ള നിലയ്ക്ക് അവിടെ ഒന്നും ബാത്തിലാവൂല. അപ്പൊ ഖൗലു ബഅലിഹിം, അപ്പൊ എന്താണ് ഈ അസ്ഹാബിൽ നിന്ന് ബഅലിന്റെ ഖൗലാകുന്നത് തബുത്തുലു ഫീ മസ്അലത്തിൽ ഖുൻസ, ഖുൻസന്റെ മസലയിൽ നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞു. അതായത് 41 ഒരാൾ ഖുൻസയാണ്, ഖുൻസ അല്ലാത്ത ഒരാൾ നിസ്കാരത്തിന്റെ ഇടയ്ക്ക് വിരിഞ്ഞുപോയി, ആ മസല. അന്ന് എന്താണ് ബഅലിന്റെ ഖൗലാകുന്നത് ഇതിലാ അസ്ലൽ ഹുന. കാരണം എന്താ അവരങ്ങനെ ബാത്തിലാവും എന്ന് പറയാൻ കാരണം, ഇതിലാ അസല തബുത്തുലൂൻ ഇല്ലത്ത, ഇതിലാ അസല ഹുന, ഇവിടെ ഒരു അസലില്ല. യറുദ്ദുഹു, ഇതിലാ അസല ഹുന, ഇവിടെ ഒരു അസലില്ല എന്ന് എന്താണ് പറഞ്ഞ ആ കൗലാകുന്നത് യറുദ്ദുഹു, ആ കൗലിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. എന്ത് റദ്ദ് ചെയ്യുന്നു? മാ ഖറർത്തുഹു, ഞാൻ പറഞ്ഞുറപ്പിച്ചൊരു കാര്യം. എന്താണ്? ബി അന്നൽ മിന്നൽ അസ്ല ദവാമു സിഹത്തിഹാ, ആ ജുമാ സഹീഹായി നിലനിൽക്കുന്നു എന്നതാണ് അസ്ല്. അപ്പൊ അസ്ലില്ല എന്ന് അവർ പറഞ്ഞിട്ട് ബാത്തിലാവും എന്ന് പറഞ്ഞപ്പോ അല്ല, അസ്ല് ഉണ്ട് എന്നാണ് മറുപടി പറഞ്ഞത്. മനസ്സിലായി? ഇനി മുസ്തൗത്തിനൻ, പിന്നെ ആ സ്ഥിരതാമസമുള്ള ആളും ആയിരിക്കണം എന്നാണ്. ഇസ്തിത്താനും വേണം. ഉറും ദക്കറും എന്ന പോലെ മുക്കല്ലഫും മുമയ്യിസും ഒക്കെ ആകണം എന്നതിന്റെ കൂടെ 40 ആൾക്കാര് നാട്ടിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം. എവിടെ ഇസ്തിത്താന്? ബി മഹല്ലി ഇഖാമത്തിഹാ, ആ ജുമാ നടത്തുന്ന മഹല്ലിലെ മുസ്തൗത്തിനീങ്ങളായിരിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ പഞ്ചായത്ത് അതിർത്തിയാ കൂട്ടാന്നുള്ളതെന്ന്. അപ്പൊ ആ പഞ്ചായത്തുകാരനായിരിക്കണം എന്നർത്ഥം. പിന്നെ ഫലാ തന്നഖിദു, അപ്പൊ മുന്നഖിദാവൂല, ജുമാ മുന്നഖിദാവൂല ബിമൻ, ഒരാളെ കൊണ്ട് യൽസമുഹു, അയാൾക്ക് നിർബന്ധമാണ്, ഹുദൂറുഹ, ഈ ജുമാക്ക് വരൽ നിർബന്ധാണ്, മിൻ ഗൈരിൽ മുസ്തൗത്തിനീന, മുസ്തൗത്തിനീങ്ങളെ അല്ലാത്തവരിൽ നിന്നിട്ട് ഈ ജുമാക്ക് വരൽ നിർബന്ധമുള്ള ആള്, അയാളെ കൊണ്ട് മുന്നഖിദാവൂല. ഉദാഹരണത്തിന് ഇയാളാ നാട്ടിൽ വന്നതാ, എന്തോ ആവശ്യത്തിന് യാത്ര വന്നാണ്, 10 ദിവസം ഇവിടെ നിൽക്കാൻ തീരുമാനിച്ച്. അപ്പൊ ഇയാള് മുഖീമാണ് നാട്ടില്, അല്ലെ? ജുമാക്ക് വരൽ നിർബന്ധമുണ്ട്, മുസ്തൗത്തിനല്ല. അപ്പൊ ഇയാളെ കൊണ്ട് മുന്നഖിദാവൂല. അന്നഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, ഇത് മുസ്തൗത്തിനാകണം എന്നുള്ളതിന് തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുഖിമിൽ ജുമാഅത്ത, ജുമാ നടത്തിയില്ല, ബി അറഫത്ത, അറഫയില്, ഫി ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇല് വെള്ളിയാഴ്ച മിനയിലുണ്ടായിരുന്നു, അല്ല അറഫയിലുണ്ടായിരുന്നു.
എന്നിട്ട് അവിടെ ജുമാ നടത്തിയോ? അവിടെ ജുമാ നടത്തിയില്ല. മാ അസ്മിഹി അലൽ ഇഖാമത്തി അയ്യാമൻ, അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ തീരുമാനിച്ചതല്ലേ അറഫയില്, എന്നിട്ടും എന്താണ് ജുമാ നടത്തിയിട്ടില്ല. അപ്പോ മാ അസ്മിഹി അലൽ ഇഖാമത്തി അയ്യാമൻ എന്ന് പറഞ്ഞ എന്തിനാ? അത് മുസാഫിർ അല്ലാന്ന് വരുത്താന്. മുസാഫിർ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതുകൊണ്ട് എന്നിട്ടും നടത്തിയില്ല. അപ്പൊ അതുകൊണ്ട് മുസ്തഗ്ഫിരീങ്ങൾക്ക് നിർബന്ധമുള്ളൂ. വഫീഹി നദറുൻ, അസ്മിഹി അലൽ ഇഖാമത്തി അയ്യാമൻ എന്നതോടുകൂടെ എന്താണ് അറഫയിൽ ജുമാ നിർത്തിയില്ല എന്നല്ലേ പറഞ്ഞത്? അത് ശരിയാവില്ല. അതിൽ നദറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഫിർ അല്ലേ. അവിടെ അറഫയിൽ എന്തിനാ നിന്നേ? അറഫയിൽ ഇഖാമത്തില്ലല്ലോ, മിനയിലല്ലേ പിന്നെ വന്ന് ഇഖാമത്ത് ഉണ്ടാവുക. അത് തന്നെ ഈ പറഞ്ഞ സഫർ മുങ്കത്തിയാകുന്ന ഇഖാമത്ത് മിനയിലും ഉണ്ടാവില്ലല്ലോ. ഫീഹി നദറുൻ ഫഇന്നഹു കാന മുസാഫിറ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഫിറായിരുന്നു. മുസാഫിരീങ്ങൾക്ക് ജുമയല്ല. അതുകൊണ്ടാണ് ഇത് ലം യുഖിം ബി മഹല്ലിൻ അർബഅത അയ്യാമിൻ സിഹാഹിൻ, കാരണം ഒരു സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്ത് ചെയ്തിട്ടില്ല. അതായത് ഹജ്ജത്തുൽ വദായില് ഒരു സ്ഥലത്ത് ഒരു മഹല്ലിൽ ഇഖാമത്താക്കിയിട്ടില്ല. സഹീഹായ 4 ദിവസം. സഹീഹായതെന്ന് പറഞ്ഞാൽ വന്നതും പോയതും ഒഴിച്ച് ബാക്കി 4 ദിവസം. അപ്പൊ അതും കൂടെ കൂട്ടുമ്പോൾ 6 ആവും. പിന്നെ അറഫത്തൽ ആ ബിനിയത്ത ഫീഹ, പിന്നെ അതിനും പുറമെ വേറൊന്നെന്ന് പറഞ്ഞാൽ ഈ അറഫ എന്ന് പറഞ്ഞാൽ ഒരു നാടായി കൂട്ടാൻ പറ്റൂല. നാടാകണമെങ്കിൽ അവിടെ വീടും ഒക്കെ വേണ്ടേ, വീടും താമസവും സൗകര്യമൊക്കെ വേണം, പിന്നെ അതിനൊരു സൂറ് വേണം, അങ്ങനെയൊക്കെ അല്ലേ. അതല്ല ആ ബിനിയത്ത ഫീഹ അറഫ ഫീഹി നദറുൻ ഫഇന്നഹു കാന മുസാഫിറൻ. അറഫത്തു ലാ അബ്നിയത്ത ഫീഹാ ഫലൈസത്ത് ദാറ ഇഖാമത്തിൻ. അറഫത്തു എന്നായിരിക്കും. അറഫത്താന്ന് ഇവിടെ അർക്കത്തിട്ട് കാണുന്നു, പക്ഷെ അതിന് വജീഹ് കാണുന്നില്ലല്ലോ. എന്തുമല്ല ഇത്ഫാക്ക. പിന്നെ അറഫത്തു, അറഫ അവിടെ കെട്ടിടങ്ങളൊന്നുമില്ല. ലാ അബ്നിയത്ത ഫീഹ ഫലൈസത്ത് ദാറ ഇഖാമത്തിന്. അപ്പൊ അവിടെ ദാറു ഇഖാമത്തല്ലല്ലോ, ഇഖാമത്തിന് പറ്റിയ സ്ഥലമല്ലത്. ഇസ്തീത്താന് തീരാൻ പറ്റൂല. ഇഖാമത്തിനെങ്കിലും പറ്റിയ, അവിടെ മുഖീമായിരുന്നോ? മുഖീമും അല്ല, ഇഖാമത്തിന് പറ്റിയ സ്ഥലമല്ലല്ലോ എന്നാ. ഇല്ലാ യുജാബ ബിഅന്നഹു ലാ മനിഅ മിൻ അൻ യകൂന അദ്മു ഫിഅലിഹി. ഇങ്ങനെയാണ്, മുസാഫിറാണ്, അതുപോലെ അവിടെ ദാറു ഇഖാമത്തും അല്ല എന്ന് പറയുന്നതിന് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ ഒഴികെ ഇല്ലാ യുജാബ ബിഅന്നഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ മാനിഅ അൻ യകൂന അദ്മു ഫിഅലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്നു, ജുമാ നിർവഹിക്കാതിരുന്നു എന്നതിന് തടസ്സമില്ല. എന്താണ്? അൽ ജുമാഅത്ത അദ്മു ഫിഅലിഹി അൽ ജുമാഅത്ത. ജുമാ നിർവഹിക്കാതിരുന്നു എന്നത് ജുമാ നിർവഹിച്ചില്ല, ലാമാനിയ തടസ്സല്ല, അഞ്ഞേക്കൂനാകുക. എന്ത് നിർവഹിച്ചില്ല എന്നതാകുക അതിന് തടസ്സമല്ല. എന്തില്ല അസ്ബാബിൻ, പല കാരണത്തിന് വേണ്ടി. പല കാരണത്തിന് വേണ്ടിയാണ് ജുമാ നടക്കാതിരുന്നത് എന്നതിന് തടസ്സമല്ല, ഒരു കാരണത്തിന് വേണ്ടിയല്ല. അപ്പൊ മിൻഹ ആ പല കാരണത്തിൽ പെട്ടതാണ് അദ്മു അഭിനീയത്തിൻ മുസ്തൗത്തിനും സമ്മ. അറഫയിൽ കെട്ടിടോ അതൊന്നുമില്ല, അതിനും പുറമെ അവിടെ മുസ്തൗത്തിനും ഇല്ല. മുസ്തൗത്തിനീങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ജുമാ നിർവഹിക്കാം. അതിന് അവിടെ മുസ്തൗത്തിനീങ്ങളും ഇല്ലല്ലോ അറഫയില്. പിന്നെ അപ്പൊ എന്ന പോലെ പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഫിർ ആയിരുന്നോ? അങ്ങനെ പല കാരണമുണ്ട്. അക്കൂട്ടത്തിൽ ഇതുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ തെളിവാക്കാം, അല്ലേ തെളിവാക്കാൻ പറ്റൂല എന്നർത്ഥം. ഇനി മറ അവല ബാബി സ്വലാത്തിൽ മുസാഫിരി, മുസാഫിറിന്റെ എന്താണ് നിസ്കാരം, അതിന്റെ ബാബിന്റെ തുടക്കത്തിൽ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നമൻ തവത്തന ഹാരിജ സൂരി, സൂറിന്റെ പുറത്ത് താമസാക്കിയ ആള്, ഒരു നാടിന്റെ അതിർത്തിയുടെ പുറത്ത് താമസാക്കിയ ആള്. ലാ തന്നക്കിത് ബിഹിൽ ജുമാഅത്തു, അയാളെ കൊണ്ട് ജുമാ മന്നക്കിതാവൂല. ദാഖിലഹു, ഈ നാടിന്റെ ഉള്ളില്. വാക്സുഹു, അതിന്റെ അക്സും പറ്റൂല. അതായത് ഇതിന്റെ ഉള്ളിലുള്ള ആളെ കൊണ്ട് സൂറിന് പുറത്തും എന്താവൂല, ജുമാ മുന്നക്കിതാവൂല. ഇത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ലിയന്നഹു, കാരണം എന്താണ് ലിയന്നഹു എന്ന് പറഞ്ഞാൽ അനിയ സൂർ. ഈ സൂറ് എന്ന് പറഞ്ഞത് എന്താണ്? യജഅലുഹുമാ കബൽദത്തൈനി,
ഈ നാടിന്റെ ഉള്ളും പുറവും ഇത് രണ്ടിനെ രണ്ടാക്കുന്നു. എങ്ങനെ രണ്ടാക്കുന്നു? യജാലുഹുമ, അത് രണ്ടിനെയും ആക്കുന്നു രണ്ട് നാട് പോലെ. മുൻഫസിലത്തൈനി, പരസ്പരം മുൻഫസിലായ ബന്ധമില്ലാത്ത വിട്ടുപിരിഞ്ഞുള്ള രണ്ട് നാട് പോലെ ആക്കുന്നു. അപ്പോ സൂറിന്റെ പുറത്തുള്ള ആൾ ഇവിടെ വന്ന് ജുമ നിസ്കരിച്ചാല് വേറെ നാട്ടിൽ പോയി നിസ്കരിക്കും പോലെയാണ്. അവിടെ ഇന്നക്കാതുണ്ടാവില്ല. വാഫ്ത ഷാരിഹുൻ, ഇനി ഒരു ഷാരിഹ് പത്ത് കൊടുത്തു. ഫീമൻ ലസിമത്തുഹു, ജുമ നിർബന്ധമുള്ള ഒരാളിനെ കുറിച്ച്. ഫീമൻ ഒരാളെ കുറിച്ച് അയാൾക്ക് ലസിമത്തു ജുമ നിർബന്ധമുണ്ട്. ഫാത്തത്തുഹു, എന്നിട്ട് അയാളെ ജുമ നഷ്ടപ്പെട്ടു, അയാൾ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അംഗനഹു ഇദ്റാഖു ഹി ബലദിഹി, അയാൾക്ക് ഇദ്റാഖ് മുംകിനായിരുന്നു അയാളെ നാട്ടില്, മുംകിനാണ്. അപ്പോൾ ഒരിടത്ത് നഷ്ടപ്പെട്ടു. പക്ഷെ നാട്ടിൽ വേറെയും എന്താണ് ജുമ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് അവിടെ വേറെ ജുമ കിട്ടും. അപ്പൊ അതാണ് ലി ജവാസി തായദ്ദുദി ഫീ, കാരണം ജുമ തായദ്ദുദാകൽ ജായിസാണ് ഫീ, ആ നാട്ടില്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ തന്നെ ജുമ കിട്ടാൻ സാധ്യത ഉണ്ട്. ഔഫി ബലദിൻ ഉഖറ, അല്ലെ വേറൊരു നാട്ടിൽ എന്താണ് ജുമ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇവിടെ പൗത്തായിട്ടുള്ളൂ, മറ്റേ നാട്ടിൽ ജുമ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ബി അന്നഹ തെൽസമുഹു, എന്താണ് ഒരു ഷാരി പത്ത് കൊടുത്തത്? ബി അന്നഹ ജുമാ തെൽസമുഹു, ഇയാളിന് നിർബന്ധാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ പള്ളി പോകണം എന്നർത്ഥം. വലം തുജിസി ഉഹുൽ ലുഹുറു മാദാമ ഖാദിറൻ അലൈഹ തമ്മ, ഇയാൾക്ക് മതിയാകുകയുമില്ല. ലുഹുറു, ലുഹുറു സ്കരിച്ചാൽ മതിയാവൂല. മാദാമ ഖാദിറൻ, ഇയാൾ കഴിവുള്ള ആളായിരിക്കുമ്പോഴൊക്കെയും, അലൈഹ ജുമാന്റെ മേൽ കഴിവുണ്ടായിരിക്കുമ്പോഴൊക്കെയും, സമ്മ ഒന്നിൽ ആ നാട്ടില് അല്ലെങ്കിൽ അപ്പുറത്തുള്ള നാട്ടില്. ഇന്ദഹ, പിന്നെ ഇങ്ങനെ പറഞ്ഞു ഷാരിഹ്. എന്നാൽ വമാക്കാലഹു ഈ ബലദിഹി വാദിഹ്, ഈ ഷാരിഹ് ആളുടെ നാട്ടിൽ വേറെ ജുമ ഉണ്ടെങ്കിൽ അവിടെ പോകണം എന്ന് പറഞ്ഞത് വാദിഹാണ്. അപ്പൊ ജുമ സ്കരിച്ചാൽ ശരി, അല്ല ലോറ് സ്കരിച്ചാൽ ശരിയാവൂല എന്ന് പറഞ്ഞത് വാദിഹ. വഫി ഗൈരിഹ, ആ നാടിന് പുറത്തോ ഇന്നമായത്തെ ജിഹു, അത് ന്യായമാകുന്നത് എപ്പോഴാണ്? സെമിയൻ നിദാ മിൻഹ, അവിടുന്ന് ഇങ്ങോട്ട് വാങ്ക് കേൾക്കും എന്നുണ്ടെങ്കിലാണ് അവിടെ പോകണം എന്ന് പറയാം. അല്ല സൗകര്യമുണ്ട്, വണ്ടിയെടുത്ത് പോയാൽ അവിടെ ജുമ കിട്ടും എന്നുള്ളത് കൊണ്ട് വണ്ടിയെടുത്ത് പോയിക്കോണമെന്നൊന്നുമില്ല. അവിടെ 2:30 ജുമ നിസ്കരിക്കുക, ഇവിടെ 1 മണിക്കാ, ഇവിടുത്തെ കിട്ടിയില്ല, എന്നാ പിന്നെ അവിടെ പോയി നിസ്കരിക്കാമല്ലോ. പക്ഷെ അത് അവിടുന്ന് ഇങ്ങോട്ട് വാങ്ക് കേൾക്കുന്ന നാടാണെങ്കിൽ അങ്ങനെ പോകണം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് നിർത്തില്ല. അന്ന കായത്തഹു, കാരണം അതിന്റെ കായത്ത് അന്നഹു ബായത ഏസി മിനൽ ജുമാഅത്തി ബി ബലദിഹി, ഇവന്റെ നാട്ടില് ജുമ കിട്ടും എന്നതിനെ തൊട്ട് നിരാശനായതിന് ശേഷം എന്താണ്? കമല്ല ജുമാഅത്ത് ബി ബലദിഹി, ആരെപ്പോലെയാണ് ആള്? അയാൾ ആ നാട്ടിൽ ജുമ ഇല്ലാത്ത ആളെ പോലെയാണ്. ജുമ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത നാട്ടിൽ ജുമയ്ക്ക് പോലും നിർബന്ധമാണ്. എപ്പോഴാ? നിദാ കേൾക്കും, വാങ്ക് കേൾക്കുമ്പോഴാണ്. അല്ലെ എന്റെ കായത്തഹും, ഈ വ്യക്തിയുടെ കായത്ത് ആളിലേക്ക് അലമീർ വണങ്ങാം. അന്നഹു ബായത ഏസി, അലമീറെല്ലാം ആളിലേക്കാ. പിന്നെ ഓ ഇന്നമാ എൽസമുഹു ബി ഗൈരിഹ, ഈ ആള് അയാൾക്ക് ജുമ നിർബന്ധമുണ്ട്. ബി ഗൈരിഹ, ഈ അയാളെ നാടല്ലാത്ത മറ്റേ പുറത്തുള്ള നാട്ടിലെ ജുമ നിർബന്ധമുണ്ട്. എപ്പോഴാ? ഇത് സമയ നിദാ, ജുമയിലേക്കുള്ള വാങ്ക് കേട്ടാൽ ബിഷുറൂത്തിഹി, അതിന്റെ ഷർത്ത് മുമ്പ് പറഞ്ഞല്ലോ. ഉയർന്ന സ്ഥലമായിരിക്കുക, ഉയർന്ന ശബ്ദത്തിലായിരിക്കുക, നിരപ്പുള്ള സ്ഥലമായിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. ഈ അറ്റത്തുനിന്നായിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞത് അത് ഉണ്ടെങ്കിൽ. ഇനി മുസ്തൗത്തിന് എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് പറയുന്നത്.